ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ അവൻ കിരീടം പ്രാപിക്കുന്നില്ല. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. അത്ലറ്റ് എന്നാ വരുന്നത്. അത്ലറ്റ്, കായികാഭ്യാസി എന്ന് വിവർത്തനം ചെയ്യാം. എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തിരിച്ചാ പ്രസംഗിക്കുന്നത്. പ്രസംഗം തെറ്റിയെന്ന് പറയരുത്, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന. പൗലോസിൻ്റെ ആത്മീക ജീവിതത്തെ കാണുന്നത് ട്രാക്ക് സ്യൂട്ട് അണിഞ്ഞ ഒരു ഓട്ടക്കാരനെ പോലെ. അദ്ദേഹത്തിന് ഒരു ട്രാക്ക് സ്യൂട്ട് ഉണ്ട്. ഓട്ടക്കാരനാങ്ങേര് നല്ല ഒരു ഓട്ടക്കാരനാണെങ്കിൽ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കത്തുള്ളൂ. ഒന്ന്, അയാൾ ഓടേണ്ട ട്രാക്ക്. രണ്ട്, അയാൾ ക്രോസ് ചെയ്യേണ്ട ഫിനിഷിംഗ് ലൈൻ. ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ? അയാൾ ഓടണമെന്ന് സ്വർഗം ഇച്ഛിക്കുന്ന ട്രാക്ക് അയാൾക്ക് ശ്രദ്ധിക്കണം. അയാൾ ക്രോസ് ചെയ്യണമെന്ന് സ്വർഗം ഇച്ഛിക്കുന്ന ഫിനിഷിംഗ് ലൈൻ അയാൾക്ക് ശ്രദ്ധിക്കണം. ഇദ്ദേഹം ഓടുന്ന ട്രാക്ക് നോക്കേണ്ട കാര്യം എനിക്കില്ല. ഇപ്പൊ അങ്ങനെ നടക്കുന്നത്. അവനവൻ ഓടുന്ന ട്രാക്ക് മാറിയോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അടുത്ത് നിൽക്കുന്നവന്റെ ട്രാക്ക് മാറിയോ എന്ന് അറിയണ്ടേ. സ്വന്തം ട്രാക്ക് നോക്കാൻ അച്ഛന് സമയമില്ല. അടുത്തിരിക്കുന്നവന്റെ ട്രാക്ക് മാറിയോ? കുഞ്ഞേ, ഇത് ചുമതലപ്പെടുത്തിയോ നിന്നെ? ഈ ഓട്ടത്തിന് ഇറക്കി നിർത്തിയിരിക്കുന്ന ഒരു യജമാനനില്ലേ? ആമേൻ, ആമേൻ, ആമേൻ. സ്വന്തം ട്രാക്ക് മാറുന്നു എന്ന് നോക്കാറുണ്ടോ? ദേ, അപ്പുറത്തെ ട്രാക്കിൽ നിന്ന് പുള്ളി ഓട്ടം നിർത്തി. വേറെ 2-3 ട്രാക്ക് മാറി ഓടിക്കൊണ്ടിരിക്കുന്നത്. പൗലോസിന് ഇതൊന്നും വിഷയമല്ല. ട്രാക്ക് മാറുവോ, ട്രാക്ക് മാറി ഓടി കയറുവോ ഒക്കെ ചെയ്തോട്ടെ. നമ്മുടെ സങ്കടം അതല്ലേ? ട്രാക്ക് മാറി ഓടുന്നവൻ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തു പാസ്റ്ററെ, ചെയ്തോട്ടെ. പക്ഷേ ട്രോഫി കൊടുക്കാൻ നേരം അവര് പറഞ്ഞോളും, നീ വേഗത്തിൽ ക്രോസ് ചെയ്തെന്നാ നീ തെളിയിച്ച, പക്ഷേ ട്രാക്ക് മാറിയാ ക്രോസ് ചെയ്തേ. ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിച്ച് തളരാതെ അവനവനെ ഏൽപ്പിച്ച ട്രാക്കിനകത്ത് വിശ്വസ്തയോടെ ഓടി ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്ന ആമേൻ ഒരു അത്ലറ്റിനെ പോലെ, ഒരു ഓട്ടക്കാരനെ പോലെ ഞാൻ ഓടിയ ഓട്ടം ഞാൻ തികച്ചു തിമോത്തി.